ഹലോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തന്തൂരി റൊട്ടി എങ്ങനെയാണ് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുക്കുന്നത്. 250 ml കപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി 1/2 കപ്പ് തൈരും 1/4 കപ്പ് ഓയിലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലോറിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് മൈദമാവാണ്. 1 കിലോ മൈദമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് 250 ml കപ്പിൽ 4 കപ്പാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത പാലിൻ്റേത് നമ്മൾ കുറേശ്ശെ ഈ മാവിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ലോണം സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. അതിനുശേഷം നമ്മളൊന്ന് പരത്തിയിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ചൂടുള്ള കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഈ കുക്കർ ഫ്ലെയിമിന് നേരെ ഇതുപോലെ പിടിച്ചിട്ട് ഇത് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. കുറച്ച് ഫ്രണ്ടിൽ കുറച്ചൊന്ന് മുരിഞ്ഞിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് ഇത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.